സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിൻ്റെ ഗൾഫ് എഡിഷൻ ഉദ്ഘാടനത്തിന് പിന്നാലെ സമസ്തയ്ക്കുള്ളിൽ പരസ്യമായ പോര് അതിരൂക്ഷമായിരിക്കുകയാണ്. സുപ്രഭാതം എഡിറ്റർ ബഹാവുദ്ദീൻ നദ്വി സുപ്രഭാതത്തിൻ്റെ നടത്തിപ്പിൽ വിയോജിപ്പുണ്ട്, നയംമാറ്റം സംഭവിച്ചിരിക്കുകയാണ്, ചിലർ ഇടതുപക്ഷത്തോട് അടുക്കുകയാണ് എന്ന തരത്തിൽ പ്രസ്താവന ഇറക്കുന്നു. ആ പ്രസ്താവനയ്ക്ക് പിന്നാലെ പോര് രൂക്ഷമായിരിക്കുകയാണ്. ബഹാവുദ്ദീൻ നദ്വിയോട് സമസ്ത വിശദീകരണം ചോദിച്ചു. ഇന്നിപ്പോൾ വിശദീകരണം നൽകി. പക്ഷേ ആ വിശദീകരണത്തിലും തൻ്റെ നിലപാടിൽ ബഹാവുദ്ദീൻ നദ്വി ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത്. മുഷാവറ യോഗത്തിൽ കൂടുതൽ വിശദീകരണം നൽകാമെന്ന് അദ്ദേഹം പറയുന്നു. എന്തായാലും നദ്വിയുടെ ഈ ലീഗ് പ്രേമമാണ് പ്രസ്താവനയ്ക്ക് പിന്നിലെന്നാണ് സമസ്തയ്ക്കുള്ളിലെ ലീഗ് വിരുദ്ധരുടെ വിമർശനം വരുന്നത്. എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ നദ്വിക്കെതിരെ ഏത് രീതിയിൽ നടപടി ഉണ്ടാകുമെന്നാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ദൗസർ, എഡിറ്റർ സ്ഥാനത്ത് നിന്ന് നദ്വിയെ മാറ്റാൻ ഇടയുണ്ടോ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ? അങ്ങനെ അത് ദിവ്യ, അതിലൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ പ്രശ്നങ്ങളുണ്ടല്ലേ സമസ്തയുമായി ബന്ധപ്പെട്ട് ഇപ്പം വരുന്ന വാർത്തകൾ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തകൾക്കൊക്കെ ഒരു ദൗർബല്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങേയറ്റം സങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരുപാട് ഘടകങ്ങളുണ്ട് അതിൽ. പിന്നെ സാമ്പത്തിക ഘടകങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഘടകങ്ങളുണ്ട്, അധികാരത്തിൻ്റെ പ്രശ്നമുണ്ട്, ഒരു നിശ്ചിത അളവിൽ ആശയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, ഈ പറയുന്ന രാഷ്ട്രീയ വടംവലികളുടെ പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള അതിസങ്കീർണമായിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പോൾ അതൊരു CPM വേഴ്സസ് ലീഗ്, അല്ലെങ്കിൽ CPM ഫ്രാക്ഷൻ വേഴ്സസ് ലീഗ് ഫ്രാക്ഷൻ, അല്ലെങ്കിൽ സുപ്രഭാതം പത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അങ്ങനെ ചുരുക്കി കാണുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു സങ്കീർണതയിൽ എങ്ങനെയാണ് ഒരു വാർത്തയായിട്ട് വരാൻ അതിന് സാധിക്കാത്തൊരു പ്രശ്നമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ പത്രത്തിൻ്റെ കാര്യം, സുപ്രഭാതം പത്രത്തിൻ്റെ കാര്യം എടുക്കുക. പത്രം എന്ന് പറയുമ്പോൾ ഒരു പത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് വാർത്ത വായിക്കുവാനുള്ള ഒരു ഉൽപ്പന്നം, ഒരു പ്രോഡക്റ്റ്, അത് മാത്രമല്ല. പത്രം എന്ന് പറയുന്നത് ഒരു ചേഞ്ച് ഏജൻറ്റ് എന്ന് പറയാവുന്ന ഒരു സോഷ്യൽ ചേഞ്ചിൻ്റെ ഏജൻ്റായി വർക്ക് ചെയ്യുന്ന പല നിലക്കുള്ള സാംസ്കാരികവും രാഷ്ട്രീയവുമായിട്ടുള്ള ഘടകങ്ങളുള്ളൊരു സംഗതിയാണ് പത്രം എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ചന്ദ്രിക പത്രം എടുക്കുക. 1934 ചന്ദ്രിക തുടങ്ങുന്നത് തലശ്ശേരിയിൽ നിന്ന്. പക്ഷേ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെടുന്നത് കേരളത്തിൽ രൂപീകരിക്കുന്നത് 1937. അപ്പോൾ ആരാണ് ആദ്യം ഉണ്ടായത്? ചന്ദ്രികയാണ് ആദ്യം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? ചന്ദ്രിക നിർവഹിച്ച ഒരു ദൗത്യം, അല്ലെങ്കിൽ ചന്ദ്രിക പുറത്തേക്ക് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് യഥാർത്ഥത്തിൽ ലീഗ് വരുന്നത്. പിന്നെ അത് ലീഗിൻ്റെ മുഖപത്രമാകുകയാണ് ചെയ്യുന്നത്. ലീഗിൻ്റെ ഒരു സമൂഹത്തിൽ പ്രതിനിധീകരിക്കുന്ന ഒരു സ്ഥാപനമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പത്രം എന്ന് പറയുന്നത് വാർത്ത വായിക്കാനുള്ള ഒരു ബ്രോഡ്ഷീറ്റ് മാത്രമല്ല, ഒരു ചേഞ്ച് ഏജൻ്റാണ്. പല നിലക്കുള്ള ചേഞ്ചുകൾ കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ്. അതിങ്ങനെ കേരളത്തിലെ മുസ്ലിം പത്രങ്ങളുടെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 1984 സിറാജ് പത്രം ആരംഭിക്കുന്നത്. സിറാജ് പത്രം ഇന്നെന്താണ് കാന്തപുരം വിഭാഗത്തിൻ്റെ പത്രമായിട്ടാണല്ലോ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. പക്ഷെ കാന്തപുരം വിഭാഗം എന്ന് പറയുന്ന അവർ 87 89 ആ പിളർപ്പുണ്ടാകുന്നത്. 87 തോന്നുന്നു അല്ലേ? 84 ശേഷമാണ്. അതെ, 84 സിറാജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ 84 സിറാജ് ഉണ്ടാകുമ്പോൾ അന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന യുവ പണ്ഡിതൻ്റെ സ്വാധീനത്തിലുള്ള SYS വിഭാഗമാണ് അത് നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് സിറാജ് പത്രം ഇത്രയും 84 മുതൽ 87 വരെയുള്ള കാലഘട്ടത്തിൽ നിർവഹിച്ചിട്ടുള്ള സാംസ്കാരികമായ അല്ലെങ്കിൽ ആശയപരമായിട്ടുള്ള ചില ഉണർവുകളുടെയോ ഉണർവെന്നോ എന്തോ പറയാം, അതിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റായിട്ടാണ് ഈ പിളർപ്പുണ്ടാകുന്നത്. സിറാജ് പത്രം എന്ന് പറയുന്നത് ഈ പിളർപ്പിലേക്ക് നയിച്ച ഘടകങ്ങളിൽ ഒന്നാണ്. പിന്നെ 87 മാധ്യമം പത്രം വരുന്നത്. മാധ്യമം പത്രം വന്നു കഴിഞ്ഞതോട് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും അത് ഒരു കേരളീയ മുസ്ലിം ജീവിതത്തിൻ്റെ അതിൻ്റെ സാമൂഹ്യ ജീവിതമാകട്ടെ, സാംസ്കാരിക ജീവിതമാകട്ടെ, അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ മാനിഫെസ്റ്റേഷൻ ആവട്ടെ, അതിലൊക്കെ ഒരു പാരഡൈം ഷിഫ്റ്റ് കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമായിട്ടത് മാറുന്നുണ്ട്. ശരിക്കും കേരളത്തിലെ ഒരു സാമൂഹിക രൂപീകരണ ചരിത്രത്തിൽ തന്നെ ഒരു ഭയങ്കരമായ സ്ഥാനം ആ പത്രത്തിൻ്റെ പിറവിയോടുകൂടി സംഭവിക്കുന്നുണ്ട്. പിന്നെ വർത്തമാനം പത്രം വരുന്നുണ്ട് മുജാഹിദ് വിഭാഗത്തിൽ നിന്ന്. മുജാഹിദ് വിഭാഗത്തിലുണ്ടായ തലങ്ങും വിലങ്ങും ഉണ്ടായിട്ടുള്ള ധാരാളം പിളർപ്പുകളുണ്ട്. അതിൽ
ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് വർത്തമാനം പത്രം നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ആ പത്രം ഇല്ലാണ്ടായി, മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്ന ആ ഒരു സംഗതി തന്നെ ഇല്ലാണ്ടായി. കുറേ അധികം മുജാഹിദ് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ ഉള്ളത്. ഒരു മൂവ്മെൻറ്റ് എന്ന സ്വഭാവത്തിൽ കേരളീയ മുസ്ലിം സാമൂഹ്യ ജീവിതത്തിൽ വലിയ നിലയിൽ റോളുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു മുജാഹിദ് പ്രസ്ഥാനം. ആ പ്രസ്ഥാനം അവസാനിക്കുകയും ഒരുപാട് മുജാഹിദ് ഗ്രൂപ്പുകൾ രൂപപ്പെടുകയും ചെയ്യുന്നതാണ് കാണുന്നത്. അതിൽ ഈ പത്രത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതുണ്ട്. ശേഷം വരുന്നതാണ് സുപ്രഭാതം എന്ന് പറയുന്നത്. അപ്പോൾ സുപ്രഭാതം വരുന്നതോടുകൂടി ഇപ്പോൾ സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സംഘടന അവർ സാധാരണഗതിയിൽ എന്താണ് ഫത്വകൾ നൽകുക, വിവിധ മതവിഷയങ്ങളിൽ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുക, പള്ളികളുടെ മദ്രസകളുടെ ഭരണം, മതപരവും ആത്മീയവുമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് അങ്ങനെ പോവുകയായിരുന്നു. അപ്പോൾ പത്രം വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? പത്രം എല്ലാ ദിവസവും അച്ചടിക്കുകയാണ്. എല്ലാ ദിവസവും അച്ചടിക്കുമ്പം എല്ലാ ദിവസവും മുഖപ്രസംഗം ഉണ്ടാവും, എല്ലാ ദിവസവും ഓപ്പഡ് ഉണ്ടാവും, എഡിറ്റ് പേജ് ഉണ്ടാവും, എല്ലാ ദിവസവും വിവിധ വിഷയങ്ങളുണ്ടാവും. ആ വിവിധ വിഷയങ്ങളിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയണം, മുഖപ്രസംഗം എഴുതണം, ലേഖനം എഴുതണം. അപ്പോൾ ഓരോ ദിവസവും എഴുതുന്നൊരു മുഖപ്രസംഗം, ഒരു ലേഖനം, അത് വിഷയമായി മാറുകയാണ്. നമ്മൾ തന്നെ വാർത്ത കൊടുക്കും, സമസ്ത മുഖപത്രം അങ്ങനെ പറഞ്ഞു, സമസ്ത മുഖപത്രം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ഒരു ഏരിയയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു പ്രസ്ഥാന നേതൃത്വം ദൈനംദിനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവിധ വിഷയങ്ങളിൽ നയം രൂപീകരിക്കുകയും അഭിപ്രായം പറയുകയും ഏതോ നിലയ്ക്ക് അതിൻ്റെ ഭാഗമാകുകയും ചെയ്യുന്ന എ കൈൻഡ് ഓഫ് എൻട്രാപ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ എന്തുണ്ടാവും? അപ്പം കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. കാരണം നിങ്ങൾക്ക് എല്ലാ ദിവസവും എല്ലാ വിഷയങ്ങളും നിലപാടെടുക്കേണ്ടി വരുന്ന സ്ഥിതി വരുമ്പോൾ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം പലപ്പോഴും മുസ്ലിം ലീഗുമായി കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥിതി വരുന്നു, അല്ലെങ്കിൽ UDF-ഉമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സ്ഥിതി വരുന്നു. പക്ഷേ ഇങ്ങനൊരു സ്ഥിതി വരുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, അതൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അതിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കുവാനും അതിനനുസരിച്ച് ഈ പ്രസ്ഥാനത്തെ ഒന്നാകെ കേപ്പബിൾ ആക്കുവാനും സാധിക്കുന്ന ലീഡർഷിപ്പ് അതിനില്ല. ലീഡർഷിപ്പ് അതിനില്ല എന്ന് പറഞ്ഞാൽ അവരുടെ കുഴപ്പമില്ല. കാരണം അവർ വർക്ക് ചെയ്യാത്തൊരു ഏരിയയിലേക്ക് അവരെടുത്തെറിയപ്പെടുകയാണ് ചെയ്യുന്നത്. മനസ്സിലായി? അവരുടെ ഫീൽഡല്ല, ഞങ്ങളുടെ ഏരിയ അല്ല എന്ന് പറഞ്ഞില്ല. അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ അത് ഇപ്പം നോക്കൂ, സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം സംഭവിക്കുന്നു എന്ന് പറയുന്നത് ആരാണ്? സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററേ. സുപ്രഭാതത്തിൻ്റെ ചീഫ് എഡിറ്ററും പബ്ലിഷറുമായിട്ടുള്ള സമസ്ത മുഷാവറ അംഗം അദ്ദേഹമാണ് പറയുന്നത് അവരുടെ പത്രത്തിന് നയവ്യതിയാനം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചീഫ് എഡിറ്റർ അല്ലേ, ചെവിക്ക് പിടിച്ച് നയത്തിലേക്ക് കൊണ്ടുവരികയല്ലേ ചെയ്യേണ്ടത്. പക്ഷെ അത് സാധ്യമാവുന്നില്ല. പിറ്റേ ദിവസം നയവ്യതിയാനം സംഭവിച്ചിട്ടില്ല എന്ന് അതേ പത്രത്തിൽ ലേഖനം എഴുതുന്ന ആളാരാണ്? സമസ്തയുടെ കീഴ്ഘടകമായ SYSൻ്റെ സെക്രട്ടറിമാരിൽ ഒരാളായ മുസ്തഫ മുണ്ടുപാറ. മുഷാവറയെക്കുറിച്ച് സമസ്ത ഉണ്ടാക്കിയ ഒരു ഇതുണ്ട്, അതൊരു പുണ്യമായിട്ടുള്ളൊരു മുഷാവറ, 40 അംഗ മുഷാവറ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിൽ തെറ്റാവരമുള്ള ഭയങ്കര മഹത്വം ഉള്ള ഒരു സംഗതിയായിട്ടാണ്. അപ്പം പത്രത്തിന് CEO ആണ്. പക്ഷെ സംഘടനാപരമായിട്ട് അല്ല, ഈ പത്രത്തിന്റെ സംഘടന നോക്കിയാൽ അതെ, പത്രത്തിന് CEO ആണ്. അദ്ദേഹം ചീഫ് എഡിറ്ററും പബ്ലിഷറുമാണ്. അപ്പോൾ ചീഫ് എഡിറ്ററും പബ്ലിഷറും പറയുന്നു എന്ത് നയവ്യതിയാനമുണ്ട്, ഞങ്ങൾ ശരിയായ നയത്തിലാണ് പോകുന്നത്. CEOയും ഈ SYSൻ്റെ സെക്രട്ടറിയുമായിട്ടുള്ള ഇദ്ദേഹം പറയുന്നു. ഇതെന്താ സംഭവം? അപ്പോൾ ഇതുണ്ടാകുന്ന സംഘടനാപരമായ ഒരു സങ്കീർണത ആലോചിച്ച് നോക്കൂ. ആശയക്കുഴപ്പമുണ്ടാക്കില്ല, ഭയങ്കരമായ അപ്പോൾ ഈ CPM-ൻ്റെ MLA ആയിട്ടുള്ള, ഇടതുപക്ഷ MLA ആയിട്ടുള്ള KT ജലീൽ പറയാണ് ബഹാവുദ്ദീൻ നദ്വി ജൂദാസും എന്താണ് കുത്തിത്തിരിപ്പുകാരനോ അങ്ങനെ ഒരു വളരെ മോശം വാക്കാണ് പ്രയോഗിച്ചത്. ആരാണ് അയാൾ? അയാൾ CPM-ൻ്റെ ബാനറിൽ മത്സരിച്ച് ജയിച്ച ഒരു MLA സമസ്തയുടെ ഒരു മുഷാവറ അംഗത്തെക്കുറിച്ച് പറയുകയാണ് ജൂദാസാണ്. അപ്പോൾ അയാളത് പറഞ്ഞതിന് ഈ പറയുന്ന ഈ മറ്റേ വിഭാഗം അത് ഷെയർ ചെയ്യുന്നു. അതുണ്ടാക്കുന്ന സംഘടനയിലുണ്ടാക്കുന്ന സംഘടനാ പ്രശ്നവും ധാർമ്മിക പ്രശ്നവും ഒന്ന് ആലോചിച്ച് നോക്കൂ. തങ്ങളുടെ ഒരു മുഷാവറ അംഗത്തിനെതിരെ പുറത്തുള്ള ഒരു പാർട്ടി MLA വളരെ മോശമായ വാക്കിലൊന്ന് പറയുക, അത് ഈ സംഘടനയിൽപ്പെട്ട ആളുകൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക, അതുണ്ടാക്കുന്ന പ്രശ്നം എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പം ഇതെവിടുന്നാണ് വരുന്നത്? ഇപ്പോൾ സുപ്രഭാതം പത്രം ഒരു നിലപാട് സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായി വരുന്ന പ്രശ്നങ്ങൾ അത് ആശയപ്രശ്നമായി മാറുന്നു, ധാർമ്മിക പ്രശ്നമായി മാറുന്നു, സംഘടനാ പ്രശ്നമായി മാറുന്നു. ഇതിനെയൊന്നും ഇത് ഡീൽ ചെയ്യാൻ സാധിക്കാതെ സംഭ്രമിച്ച് നിൽക്കുന്ന ഒരു നേതൃത്വം അവിടെ നമ്മൾ കാണുകയാണ്. അതൊരു വശത്ത്. മറുവശത്ത് വേറെ വ്യക്തിപരവും സാമ്പത്തികവും അധികാരവുപരമായ ഘടകങ്ങൾ. ഇപ്പം മുക്കം ഉമർ ഫൈസി
വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. കഴിഞ്ഞ ഇലക്ഷനിൽ CPM വേണ്ടി പരസ്യമായി പ്രഖ്യാപിച്ചു. അദ്ദേഹം സുന്നി മഹൽ ഫെഡറേഷൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട ഒരു പോഷക സംഘടനയാണ്. ആ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിൻ്റെ പുറകിൽ മുസ്ലിം ലീഗാണെന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. ആ ഒരു എന്താ പറയുക, ഒരു പ്രശ്നം അദ്ദേഹത്തിന് ലീഗുമായിട്ടുണ്ട്. ഇപ്പോൾ ഈ ഷജറ വിഭാഗം എന്ന് പറയുന്ന മുസ്ലിം ലീഗ് വിരുദ്ധ വിഭാഗത്തിലെ പ്രധാനിയായിട്ട് ഉള്ള ആൾ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. നോക്കൂ, അദ്ദേഹം ഇവിടെ കരുവാരക്കുണ്ടിലെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ആ സ്ഥാപനത്തിൽ വർഷങ്ങളോളം ജോലി ചെയ്യാതെ ശമ്പളം മേടിച്ച കോടികൾ വ്യാജരേഖകൾ ഉണ്ടാക്കിയ അങ്ങേറ്റം വഷളായ ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേസിൽ പെട്ട് കിടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മകളും മറ്റൊരു ബന്ധു അടക്കമുള്ള ആളുകളാണ് അതിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അത് ഖജനാവിന് നഷ്ടമുണ്ടാക്കിയതും കൂടെയാണ്. എന്നാലും എന്തൊരു വഷളായ സംഗതിയാണ്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളത് CPMൻ്റെ കൂടെ നിൽക്കുക എന്നുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതിന് അദ്ദേഹം കുറേ ആശയപരമായ സംഗതികളൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷേ പുള്ളിയുടെ നിലനിൽപ്പ് പോയത് പ്രശ്നമാണത്. അങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സമസ്ത എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിൽ 10,000-കണക്കിന് മദ്രസകൾ നടത്തുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്രസ നടത്തുന്നത്. ഒരൊറ്റ കാര്യം അറിയാം, മദ്രസയിലെ ഒരു മിഡ് ടേം എക്സാം വിചാരിക്കുക. മദ്രസയിലെ അഡ്മിഷൻ, ടെക്സ്റ്റ് ബുക്ക് അതൊക്കെ വിട്ടേക്കും. ഒരു മിഡ് ടേം എക്സാമിലൂടെ കോടികൾ വരുമാനം ഉണ്ടാകും. അറ്റ്ലീസ്റ്റ് മില്യൺസ് വരുമാനം ഉണ്ടാകും. അത് തെറ്റായ കാര്യമല്ല. കാരണം അത്ര ഹ്യൂജ് പോപ്പുലേഷനാണ് അവരുടെ ഈ മദ്രസകളുള്ളത്. 10,000-കണക്കിന് മദ്രസകൾ, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ. അതിൻ്റെ പരീക്ഷാ ഫീസിൻ്റെ കാര്യം മാത്രം ആലോചിച്ച് നോക്കിയാൽ അപ്പോൾ വലിയൊരു സംവിധാനമാണ്. അപ്പം ധാരാളം പണമുള്ള സംവിധാനങ്ങളുള്ള 100 വർഷം പഴക്കമായ ഒരു പ്രസ്ഥാനമാണ്. അതിൽ സ്വാഭാവേന വന്ന് സംഭവിക്കാവുന്ന ഏത് സംഘടനയ്ക്കും സംഭവിക്കാവുന്നത് മാത്രമാണ്. അതിൻ്റെതായ ജീർണതകളുടെ പ്രശ്നം ഒരു ഭാഗത്തുനിന്ന്. ഇത് ഇനി പിന്നെ എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ചില നിലപാടുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഈ വിഭാഗത്തിലെ പ്രധാനപ്പെട്ടൊരു യുവ നേതാവായിട്ട് പരിഗണിക്കപ്പെടുന്ന ആളാണ് ഈ സത്താർ പന്തലൂർ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം എടുക്കുന്നൊരു പൊസിഷനുണ്ട്. അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ ചിന്തിക്കുന്ന ആൾ എടുക്കുന്നൊരു പൊസിഷൻ. നമ്മളൊരു മതസംഘടനയാണ്, സ്വതന്ത്ര മതസംഘടനയാണ്. സമുദായത്തിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ മുസ്ലിം ലീഗ് അധികാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പാർട്ടിയാണ്. മുസ്ലിം ലീഗിനോട് കാര്യങ്ങൾ പറയുന്നു. അതേപോലെ കോൺഗ്രസിനോട് പറയുന്നു, CPMനോട് പറയുന്നു. ഈ മറ്റേ സുകുമാരൻ നായർ പറയുന്നില്ല, സമദൂര നിലപാട്. അതെ, അങ്ങനെ വേണം. നമ്മൾ എല്ലാവരുമായും സംസാരിക്കുക. എല്ലാവരും സമുദായത്തിൻ്റെ കോമൺ ഗുഡ് അത് വെച്ച് നമ്മൾ പ്രവർത്തിക്കുക. ഏതെങ്കിലും ഒന്നിനോട് മാത്രമായിട്ട് നിൽക്കുന്നത് അത് പ്രസ്ഥാനത്തിനും സമുദായത്തിനും നഷ്ടമാണ് എന്ന് വിചാരിക്കുക മാത്രമല്ല, ചില കാര്യങ്ങൾ അവർക്ക് ലീഗിനോട് വിയോജിപ്പുണ്ട്. കാരണം ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ അവർ വേണ്ടതുപോലെ പ്രവർത്തിക്കുന്നില്ല. സംവരണവുമായി ബന്ധപ്പെട്ട, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, ഇപ്പം മലബാറിലെ വിദ്യാഭ്യാസ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് അധികാരമുള്ള സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ യഥാവിധി ചെയ്യുന്നില്ല എന്ന വിമർശനം അവർക്കുണ്ട്. ആ വിമർശനവും അവർ ഉന്നയിക്കാറുണ്ട്. ആ നിലക്കുള്ള നിലപാടുപരമായ പ്രശ്നങ്ങളും ഇതിനകത്തുണ്ട്. പിന്നെ നോക്കൂ, ഇതിപ്പോൾ നമ്മൾ സമസ്ത, സുപ്രഭാതം, സമസ്തക്കുള്ളിലെ പ്രശ്നം, സമസ്ത ലീഗ് പ്രശ്നം, ഇതിനകത്ത് വേറെ പ്രശ്നമുണ്ട്. ഇപ്പോൾ പിന്നെ CIC എന്ന് പറഞ്ഞിട്ടൊരു പ്രശ്നം കണ്ടില്ലേ? കഴിഞ്ഞ വർഷം അതായിരുന്നു ഏറ്റവും കൂടുതൽ കത്തിയത്. CIC എന്ന് പറയുന്നത് വിദ്യാഭ്യാസ രംഗത്ത് വലിയ രീതിയിൽ മുന്നോട്ട് പോയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അവരുടെ തന്നെ ഭാഗമായിട്ടുള്ള അവർ വളരെയധികം മുന്നോട്ട് പോയി. മാത്രമല്ല ഒരുപാട് കുട്ടികൾ വളരെ സ്മാർട്ടായിട്ടുള്ള നമ്മുടെ സാമൂഹിക ജീവിതത്തിൽ, സാംസ്കാരിക ജീവിതത്തിലൊക്കെ വലിയ രീതിയിൽ റോൾ വഹിക്കുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതിനെതിരായി അതും സമസ്തയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ശീതസമരം നടക്കുന്നു. അപ്പോൾ സമസ്ത CIC-യുമായിട്ട് ഒരു ബന്ധവും സമസ്തയ്ക്ക് ഇല്ലയെന്ന് പല സന്ദർഭത്തിൽ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷെ CIC പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. CIC ഇപ്പോൾ 60 സ്ഥാപനങ്ങൾ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ധാരാളക്കണക്കിന് കുട്ടികൾ പഠിക്കുന്നുണ്ട്. സമസ്ത ആധികാരികമായ സംഘടന, ബഹുമാനപ്പെട്ട സമസ്ത എന്നാണ് അവർ പ്രയോഗിക്കുക. ഈ ബഹുമാനപ്പെട്ട സമസ്തയുടെ മുഷാവറ ഒരു തീരുമാനമെടുത്തിട്ടും ഈ സുന്നി വിഭാഗത്തിൽ നിന്ന് ആളുകൾ അതിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? കേരളത്തിലെ മുസ്ലിങ്ങൾ മഹാഭൂരിപക്ഷവും ഏതെങ്കിലും ഒരു സംഘടനയുമായിട്ട് മുഴുവനായിട്ട് അഫിലിയേറ്റ് ചെയ്ത് നിൽക്കുന്ന ആളുകളല്ല. ഓക്കെ, ഞങ്ങൾ ഇന്ന ആളുകളാണെന്ന് പറയും. പക്ഷേ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും
ഒരു കോർ കാഡർ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷെ അതിന് പുറത്ത് കോമൺ മുസ്ലിം പോപ്പുലേഷൻ എന്ന് പറയുന്നത് ആരാണോ ഡെലിവർ ചെയ്യുന്നത്, ആരാണോ പെർഫോം ചെയ്യുന്നത്, ആ പെർഫോം ചെയ്യുന്ന മേഖലയിൽ, ഡെലിവർ ചെയ്യുന്ന മേഖലയിൽ അവരുമായിട്ട് സഹകരിക്കുക എന്നുള്ളൊരു മനോഘടനയിലാണ് ഒരു കോമൺ മുസ്ലിം മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് CIC സമസ്ത തള്ളി പറഞ്ഞാലും അവർ ഡെലിവർ ചെയ്യുന്നുണ്ട്, പെർഫോം ചെയ്യുന്നുണ്ട്, അവർക്ക് കുട്ടികളെ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു മാനസിക ഘടനയിലാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുള്ളത്. അപ്പോൾ അവർക്ക് ഈ പറയുന്ന സംഘടനാ തർക്കങ്ങൾ, ഈ പോരുകൾ അതിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ അതിന് പുറത്ത് കഴിയുന്നവരാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളും. ഇനി ഇതൊക്കെ ഈ സങ്കീർണതകളൊക്കെ ഉള്ളപ്പോൾ നമ്മൾ കാണേണ്ടത് എന്ത് സങ്കീർണതകളുണ്ടെങ്കിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ ആർക്കാണ് സാധിക്കുക? എല്ലാവരും ട്രസ്റ്റ് ചെയ്യുന്ന ഒരു മധ്യസ്ഥനാണ് സാധിക്കുക, അല്ലേ? അങ്ങനെ ഒരാൾ വരുമ്പോഴാണ് അയാളാണ് ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഇന്ന് സമസ്തയിൽ ഈ പ്രശ്നങ്ങൾ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ആരാണ് മധ്യസ്ഥനായി ഇത്തരം വിഷയങ്ങൾ വരാറുള്ളത്? അത് പാണക്കാട്ട് തറവാടാണ്, അല്ലെങ്കിൽ പാണക്കാട്ട് ആരാണോ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആ തങ്ങളാണ്. പക്ഷേ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാണക്കാട് തങ്ങൾ ഇതിലൊരു കക്ഷിയാണ്. അദ്ദേഹം കക്ഷിയാണെന്ന് പറയുമ്പോൾ അദ്ദേഹം ചാടി അതിൽ കക്ഷിയായി എന്നുള്ള അർത്ഥത്തിലല്ല, അദ്ദേഹം കക്ഷിയാവുകയോ കക്ഷിയാക്കപ്പെടുകയോ ചെയ്തിട്ടുണ്ട്. എന്താണ് പാർട്ട് ഓഫ് ദി ബിസിനസ് എന്ന് പറയുന്ന കാര്യം. അദ്ദേഹം ഒരു മധ്യസ്ഥനായി നിൽക്കാൻ സാധിക്കാത്ത വിധം ഈ പ്രശ്നങ്ങളിൽ കുരുങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാര് പരിഹരിക്കും? അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് നമ്മളിതേക്കുറിച്ച് ചർച്ച ചെയ്തു. അന്ന് ഞാൻ പറഞ്ഞിരുന്നു, ഇത് ഇലക്ഷൻ കഴിഞ്ഞാലാണ് ഇത് രൂക്ഷമാവുക എന്ന് ഞാൻ പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞു, അത് രൂക്ഷമാകും. ഞാൻ പറയുന്നു, കൗണ്ടിങ് കഴിഞ്ഞാൽ ഇതിനേക്കാൾ രൂക്ഷമാവും. ഇതിലൊരു ഗുരുതര സാഹചര്യം ഇതാണ്. ആരാണ് ഇതിലൊരു മാധ്യസ്ഥം വഹിക്കുക, ഇത് പറഞ്ഞ് പരിഹരിക്കുക എന്ന് പറയും. പിന്നെയുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സർഫ് എക്സലിൻ്റെ പരസ്യത്തിൽ പറയണ്ടല്ലോ, കറ നല്ലതാണ് എന്ന് പറയുന്നത്. അതേപോലെ ചിലതൊക്കെ ഈ സാമൂഹിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം സംഘർഷങ്ങൾ ഒരു കണക്കിന് നല്ലതുമാണ്. ഇപ്പോൾ ഒരു കാര്യം എടുക്കുക, ഈ APK പിളർപ്പുണ്ടായ ഇതെടുക്കുക. ആ പിളർപ്പ് വലിയ ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്, വലിയ സംഘർഷങ്ങളുണ്ടായിട്ട് കൊലപാതകങ്ങൾ വരെ നടന്നിട്ടുണ്ട്. പക്ഷേ പിളർപ്പിന് ശേഷമുള്ള സുന്നി പ്രസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നേരത്തെയുള്ള പിളർപ്പിന് മുമ്പുള്ള സുന്നി പ്രസ്ഥാനത്തേക്കാൾ കോൺട്രിബ്യൂഷൻ പിളർപ്പിന് ശേഷമാണ് ഉണ്ടായത്. എന്തുകൊണ്ടാണ്? ഇരു കൂട്ടരും മത്സരിച്ച് സ്ഥാപനങ്ങൾ ഉണ്ടാക്കുന്നു, ചാരിറ്റി നടത്തുന്നു, പലതരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുക? അവരുടെ ഏരിയ ഓഫ് സർവീസ് അത് വികസിക്കുകയാണ്, കൂടുതൽ കാര്യങ്ങൾ ചെയ്യുകയാണ്, അല്ലേ? അവരതിന് ഒരു ഹെൽത്തി കോമ്പറ്റീഷനായി എടുത്തു കഴിഞ്ഞാൽ അത് മൊത്തം സമൂഹത്തിന് ഗുണപ്രദമാകുകയാണ് ചെയ്യുക. ഇപ്പോൾ CIC വിഷയം ഉണ്ടായപ്പോൾ CIC സമസ്ത തള്ളി പറയുന്നു. സമസ്ത സ്വന്തമായിട്ടൊരു ഏജൻസി ഉണ്ടാക്കുന്നു, SNEC എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? CIC പ്രവർത്തിക്കുന്നു, SNEC പുതിയ സംവിധാനം വരുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അവർ തമ്മിലൊരു കോമ്പറ്റീഷൻ, ഒരു ക്വാളിറ്റി കോമ്പറ്റീഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക, ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ നടക്കുന്നു എന്ന് വിചാരിക്കുക. അത് മൊത്തത്തിൽ സമൂഹത്തിന് ഗുണമാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് ആ നിലക്ക് നോക്കുകയാണെങ്കിൽ ഇത് കറ നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അജൻസ്, ഇവിടെ നദ്വിക്കെതിരെ നടപടി ഉണ്ടായാൽ അത് ലീഗിടയും, അവിടെ ഇനി നടപടി ഉണ്ടായില്ലെങ്കിൽ മറുവിഭാഗം ഇടയും. അപ്പോൾ ഇതിന് എന്തായിരിക്കും ഒരു പ്രശ്നപരിഹാരം? ഈ തർക്കത്തിൻ്റെ നേട്ടം ആർക്കായിരിക്കും? എനിക്ക് ഈ വിഷയത്തിൽ ഈ ദാവ് സാഹിബ് പറയുന്നത് പോലെ വിശാലമായിട്ട് പറയാൻ പറ്റിയ അനുഭവം സമസ്തയായിട്ടില്ല. അതിൻ്റെ ഒരു കാരണം ദിവ്യ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, കേരളത്തിലെ മുസ്ലിം ജനസംഖ്യയിൽ ഒരു 60% മലബാറിലാണ്, ബാക്കി 40% കിടന്നത് തൃശ്ശൂർക്കപ്പുറമാണ്. അതായത് തൃശ്ശൂർക്കപ്പുറമുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ച് സംസ്ഥാനം എന്താണെന്ന് പോലും അറിയില്ല. ഇതൊരു മലബാർ ഫിനോമിനാണ്. അപ്പോൾ അവർ വിചാരിക്കും ഇതെന്തിനാണ് ഇത്ര വലിയ വിഷയമാവുന്നത് വിചാരിക്കും. ഇതിൽ വിഷയമാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ലീഗ് ഇൻവോൾവ് ആയതുകൊണ്ട് മാത്രമാണ് ഇതൊരു വിഷയമാകുന്നത്. അതർവൈസ് ഒരു മതസംഘടനയിലെ സാധാരണ എല്ലാ മതസംഘടനകളും ഉണ്ടാവാറുള്ള തർക്കങ്ങൾ പോലെ അവസാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിലെ ലീഗിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇതിലെ പ്രശ്നം. അപ്പോൾ നമ്മൾ നോക്കുക, സമസ്തയുടെ നേതൃത്വം നമുക്കറിയാം, വലിയ പണ്ഡിതരൊക്കെയുണ്ട്. അവരുടെ മുഷാവറ എന്ന് പറഞ്ഞാൽ ഒരുപാട് പണ്ഡിതന്മാരുള്ളതാണ്. ജിഫ്രി തങ്ങൾ വലിയ തലയെടുപ്പുള്ള നേതാവാണ്. പക്ഷേ ഈ സമസ്ത എന്ന് പറഞ്ഞ സംഘടന ഇറ്റ്സെൽഫ് പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ അതിലെ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കൂടിയാണ്. ഇപ്പോൾ സമസ്തയ്ക്ക് പ്രവർത്തിക്കുന്ന അവർക്ക് ഫണ്ട് ആവശ്യമാണ്, സമസ്തയ്ക്ക് പ്രവർത്തകർ ആവശ്യമാണ്, കേഡേഴ്സ് ആവശ്യമാണ്. ഇവരെല്ലാം ലീഗിൻ്റെ കൂടി പ്രവർത്തകരാണ്. അപ്പോൾ ലീഗ് ചലിക്കുന്നതിനോടൊപ്പം തന്നെയാണ് സമസ്ത ചലിക്കുന്നത്. അതല്ലാതെ CPM-ൻ്റെ കേഡേഴ്സ് കൊണ്ടല്ല സമസ്ത ചലിപ്പിക്കുന്നത്. സമസ്ത ചലിക്കുന്നത് അതിന് സമസ്തയ്ക്ക് മാത്രമായിട്ടുള്ള കേഡേഴ്സ് അല്ല, അതിൻ്റെ കേഡേഴ്സ് എന്ന് പറയുന്നത് ലീഗിൻ്റെ കൂടി കേഡേഴ്സാണ്. ഞാൻ കേഡേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് പണ്ഡിതരെ അല്ല ഉദ്ദേശിക്കുന്നത്, സ്കോളേഴ്സിനെ അല്ല, അതിൻ്റെ റാങ്ക് ആൻഡ് ഫയൽ.
അപ്പോൾ ലീഗ് എങ്ങനെ ചലിക്കുന്നു അതുപോലെ തന്നെ സമസ്തയും ചലിക്കുന്നത്. ഇപ്പോൾ ലീഗ് തീരുമാനിക്കുകയാണ് സമസ്തയുമായുള്ള ബന്ധം വിച്ഛേദിക്കുക വെച്ചാൽ സമസ്ത പ്രതിസന്ധിയിലാവും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ലീഗിൻ്റെ പ്രവർത്തകർ അതിൽ പ്രവർത്തിക്കാതെ ആയി കഴിഞ്ഞാൽ അത് ചലിക്കില്ല. അത് ചിന്തിക്കുന്നുണ്ടാവും, പക്ഷെ ചലിക്കില്ല. ചലിക്കുക ഇൻ ദ സെൻസ് പ്രവർത്തിക്കുക എന്നാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ സമസ്തയിൽ കുറച്ചധികം ആളുകൾ ലീഗുമായിട്ട് അത്ര സുഖകരമായ രീതി വേണ്ട എന്നങ്ങ് തീരുമാനിക്കുകയാണ്. അതിനവർക്ക് അതിൻ്റെ ന്യായങ്ങളുണ്ട്. ഇപ്പോൾ ലീഗിനെ പറ്റി ഇപ്പോൾ ദാവൂദ് പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ, ലീഗ് അധികാരത്തിലിരിക്കുമ്പോൾ സമുദായത്തിന് എന്ത് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വാലിഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. സമസ്തയിൽ മാത്രം വരുന്ന ക്വസ്റ്റ്യൻ അല്ല, മൊത്തം മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ ഉയരാം, അതൊക്കെ വിമർശനം ഉയരാം, അത് തിരുത്തൽ അങ്ങനെയൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിലെ പ്രശ്നം ഞാൻ മുന്നിൽ കാണുന്നത് ഇപ്പോൾ ഈ കൗണ്ടിങ്ങിൻ്റെ പിറ്റേ ദിവസമാണ് മുഷാവറ വരുന്നത് അല്ലേ? എനിക്കറിയില്ല. കൗണ്ടിൻ്റെ പിറ്റേ ദിവസമാണ് അതായത് ബഹാവുദ്ദീൻ നദ്വി സമസ്ത ഞാൻ മുഷാവറയ്ക്ക് മുമ്പിൽ ഇതിന് മറുപടി കൊടുക്കാമെന്ന് പറയുന്നത് കൗണ്ടിങ്ങിൻ്റെ പിറ്റേ ദിവസമാണ്, 5-ാം തീയതിയാണ്. അപ്പോൾ കൗണ്ടിങ്ങിൻ്റെ അന്ന് കേരളത്തിൽ പൊന്നാനിയിലും മലപ്പുറത്തുമുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ. അപ്പോൾ പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥി കുറച്ച് ഭൂരിപക്ഷം കുറഞ്ഞു വന്നിരിക്കട്ടെ, ആ മുഷാവറയിൽ ബഹാവുദ്ദീൻ നദ്വിയുടെ വോയിസിന് ശക്തി കുറയും. അതേസമയം പൊന്നാനിയിൽ സമദാനിക്ക് മുമ്പത്തെ ഇ.ടി. മുഹമ്മദ് ബഷീറിനേക്കാൾ ഭൂരിപക്ഷം ഉണ്ടെന്നിരിക്കട്ടെ, അവിടെ എന്ത് ചെയ്യും? ബഹാവുദ്ദീൻ നദ്വിക്ക് വോയിസ് കൂടും. ഞാൻ അതുകൊണ്ടാണ് ഇതിൻ്റെ കോറിലേഷൻ പറയുന്നത്, ലീഗും സമസ്തയും തമ്മിലുള്ള കോറിലേഷൻ. അപ്പോൾ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഈ സമസ്തയ്ക്കകത്ത് നിന്നുകൊണ്ട് കുറച്ചധികം ആളുകൾ, കുറച്ച് പേർ അവർ ലീഗിനെതിരെ പ്രവർത്തിക്കുകയാണ്. ലീഗിനെതിരെ പ്രവർത്തിക്കുന്നത് മാത്രമല്ല, പാണക്കാട് തങ്ങളും ജിഫ്രി തങ്ങളും തമ്മിലുള്ളൊരു കെമിസ്ട്രിയിൽ വിള്ളൽ വീണിട്ടുണ്ട് എന്നാണ് നമുക്ക് പുറമേ തോന്നുക. അതർവൈസ് ഇവർക്ക് രണ്ടുപേരും പറഞ്ഞു തീരാവുന്ന പ്രശ്നങ്ങൾ ഇതിലുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള കെമിസ്ട്രിയിൽ വിള്ളൽ വീണിരിക്കുകയാണ്. ഈ കുറച്ചധികം ആളുകൾ ലീഗിനെതിരെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിക്കുകയാണ് സമസ്ത അങ്ങ് പിളരട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. അതായത് CPM-നോട് അഫിലിയേറ്റ്, CPM-നോട് ചേർന്ന് കിടന്ന് തോന്നുന്ന ആളുകൾ അങ്ങ് പോക്കോട്ടെ എന്ന് തീരുമാനിച്ചാൽ ചിലപ്പോൾ ഈ പ്രശ്നം തീരും. ഞാൻ കാണുന്നത് അനധിവിദൂര ഭാവിയിൽ ഞാൻ കാണുന്ന അതാണ് പിളർപ്പ്. ആ പിളർപ്പ് എന്ന് പറഞ്ഞാൽ വലിയൊരു നെടുക പിളരുക എന്നുള്ളതല്ല, ഒരു വിഭാഗം അതിൽ നിന്ന് മാറി CPM-മായി യോജിക്കും. അത് സമസ്തയ്ക്കും നല്ലതാണ്, മുസ്ലിം ലീഗിനും നല്ലതാണ്, ഒരു പരിധിവരെ CPM-നും നല്ലതാണ്. മനസ്സിലുണ്ടോ? അങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കുള്ളൂ. അല്ലാതെ ഇത് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോകുന്നില്ല. കാരണം ദാവൂദ് കൃത്യമായി ചൂണ്ടിക്കാട്ടി പലതരത്തിലുള്ള വിഷയങ്ങളിൽ കെട്ടുവണഞ്ഞിടക്കുകയാണ്. ഇപ്പോൾ ഇന്ന് എനിക്കൊരു സുഹൃത്തൊരു മെസ്സേജ് അയച്ചു തന്നിരുന്നു. അതായത് വടകര ഒരു സ്ഥലത്ത് ഒരു പള്ളി ഇമാമിനെ പുറത്താക്കി, അവിടുത്തെ പള്ളി കമ്മിറ്റി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ അയാൾ വാട്സപ്പിൽ ഈ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തെ മൗദൂദി എന്ന് വിളിക്കുന്നു. അയാൾ ഷിയ സമ്മേളനത്തിൽ പങ്കെടുത്ത ആളാണെന്ന് പറയുന്നു. അങ്ങനത്തെ ഒരാൾ ആദർശ ശുദ്ധി തൊട്ട് തിന്നാത്ത ആളാണ്, എന്നിട്ടാണ് നമ്മൾ ആദർശം പഠിപ്പിക്കാൻ വരുന്നത്. അങ്ങനെ KK രമയെ ചുമലിലേറ്റി നടക്കുന്നു, ശരീഅത്ത് വിരുദ്ധിയായ KK രമയെ ചുമലിലേറ്റി നടക്കുന്നു. മറുവശത്ത് റിയാസിൻ്റെ പ്രസംഗത്തിന് ബോലോ തക്ബീർ വിളിച്ചതിനെ വിമർശിക്കുന്നു. അങ്ങനെ ഒരു വാട്സപ്പിൽ എന്തോ ഒരു കുറിപ്പിട്ടതിനാണ് ഈ നടപടി. അപ്പോൾ ഈ നടപടി എടുക്കുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റുന്നത്? കാരണം ഈ പള്ളി കമ്മിറ്റികൾ, മഹല്ല് കമ്മിറ്റികൾ എന്ന് പറയുന്നത് ഭൂരിഭാഗവും ലീഗറുടെയിലാണ്. അതൊക്കെ ഭരിക്കുന്ന ലീഗുകാരാണ്. ലീഗുകാർക്ക് വളരെ എളുപ്പമാണ് എടുത്ത് മാറ്റം. ഇപ്പോൾ ഉമർ ഫൈസി മാറ്റിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലീഗില്ലാതെ സമസ്തയ്ക്ക് സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയില്ല എന്ന് ലീഗിനും സമസ്തയ്ക്കും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇതിൽ ഞാൻ മുമ്പിൽ കാണുന്ന ഒരു കാര്യം അനിവാര്യമായ ഒരു പിളർപ്പാണ്. ആ പിളർപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പിളർപ്പല്ല. ഇപ്പോൾ EKAP പിളർന്ന പോലെ പിളർപ്പല്ല, ഒരു വിഭാഗം ആളുകൾ അതിൽ പിളർന്നൊരു സംഘടന ഉണ്ടാക്കി അവർ CPM-നെ പിന്തുണയ്ക്കുകയും ചെയ്യും. അതാണ് വരാൻ പോകുന്ന കാര്യം. അല്ല, ഈ പിളർപ്പുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിളർപ്പ് ഇപ്പം മുസ്ലിം സംഘടനകൾ പിളരാൻ മോഡി ഭരിക്കുന്ന കാലത്തോളം പിളരില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. ഉണ്ടോ? മോഡി അവിടെ ഇരിക്കുമ്പം പിളരാനുള്ള ധൈര്യം ഒരു മുസ്ലിം സംഘടനക്കും കാണിക്കില്ല, ഉണ്ടാവില്ല. മോഡി മാറുകയാണെങ്കിൽ ഒരു പക്ഷേ പിളർന്നേക്കാം. ഇത് വെച്ചാൽ പിളരാനും വേണം ഒരു ശേഷി ഉണ്ടല്ലോ. നിങ്ങൾക്ക് പിളരാൻ ഭയങ്കരമായിട്ടുള്ള ശേഷി, നല്ല സംഘടനാ ശേഷി വേണം. കാരണം ഒരു സംഘടന ഇപ്പോൾ ഈ നേതൃസമ്പന്നത എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതില്ലാത്തതാണ് ഈ പ്രശ്നങ്ങളുടെ കാരണം. അപ്പോൾ പിളരാണെങ്കിൽ സമ്പന്നമായ നേതൃത്വം ഈ എല്ലാ ഭാഗത്തും വേണം. അപ്പോൾ ഇപ്പം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഘടനാപരമായി ഇങ്ങനെ നിൽക്കുകയും പക്ഷെ അകത്ത് വളരെ ഫ്രാഗ്മെൻറ്റഡ് ആയിട്ട് പോവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ മോഡിയുള്ള കാലത്തോളം പിളരില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. യെസ്, ഇവിടെ സംസ്ഥയ്ക്കുള്ളിൽ പ്രശ്നം സങ്കീർണമാണ്. അത് വരും ദിവസങ്ങളിൽ അതിസങ്കീർണമാവുകയും ചെയ്യും. അവിടെ ഒരു പ്രശ്നപരിഹാരം ഏത് രീതിയിലായിരിക്കും ഉണ്ടാവുക, നേതൃത്വം ഏത് രീതിയിലൊരു പ്രശ്നപരിഹാരം ഉണ്ടാക്കും എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്. അജിംസ് പറഞ്ഞതുപോലെ ഒരു പിളർപ്പിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നും കാത്തിരുന്ന് കാണാം. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.